പ്ലസ് വൺ പ്ലസ് ടുവിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും എല്ലാവരും ചൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ബയോളജി വേണോ കമ്പ്യൂട്ടർ സയൻസ് വേണോ, ഇതാണ് ഒരുപാട് കുട്ടികളുടെ സംശയം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബയോളജി നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 10th വരെ പഠിച്ചതുപോലെയല്ല, വലിയൊരു സബ്ജക്റ്റാണ്. പ്ലസ് വൺ പ്ലസ് ടുവിൽ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന്, ആ സബ്ജക്റ്റിനോട് നല്ല താല്പര്യം വേണം. രണ്ടാമതായിട്ട്, നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഐസർ പോലുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് ഐസറുകൾ പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബയോളജിയെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ്, ടെക്നോളജി പോലുള്ള ഫീൽഡുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് ബെറ്റർ ചോയ്സ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. ഇനി നിങ്ങൾ JEE നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ ആലോചിക്കുന്നതാണ്, രണ്ട് എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് ബയോളജി സെലക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം നമുക്കറിയാം, നീറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വേണം, ബയോളജി പഠിച്ചേ പറ്റും. അപ്പോൾ ഈ രണ്ട് എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഒരു നല്ല മെത്തേഡല്ല. കാരണം നമ്മുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് സ്കൂൾ മാനേജ് ചെയ്യാനുണ്ടാകും, കോച്ചിങ് മാനേജ് ചെയ്യാനുണ്ടാകും. അവിടെ 4 സബ്ജക്റ്റും ഇൻ ഡെപ്ത് ആയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം അത്രയും ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണ്. നേരെ മറിച്ച് 3 സബ്ജക്റ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഐദർ ഫിസിക്സ്, കെമിസ്ട്രി ഓർ ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഇങ്ങനെ JEE ഓർ നീറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിലേക്ക് ഫോക്കസ് ചെയ്താലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ആൻഡ് സോ ഇതാണ് ബയോളജി വേണോ കമ്പ്യൂട്ടർ സയൻസ് വേണോ എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ മെഡിക്കൽ ഫീൽഡ്, അത് MBBS ആവാം, അല്ലെങ്കിൽ BDS ആവാം, ഇനി അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡുകളാവാം, ഓർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് ഐസറുകളിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെയാണ് ബയോളജി ചൂസ് ചെയ്യാൻ നല്ലത്. അല്ലാത്ത ആളുകൾക്കൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതാണ് ആക്ച്വലി നല്ലത്. ബിക്കോസ് ഭാവിയിൽ നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രോഗ്രാമിങ്ങും അതുപോലത്തെ നോളജും സ്കില്ലുകളും ആക്ച്വലി ഏത് ഫീൽഡിൽ നിങ്ങൾ ഭാവിയിൽ വർക്ക് ചെയ്യുകയാണെന്നുള്ള യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. ആൻഡ് എക്സ്റ്റേണൽ ലേണിങ്ങിൻ്റെ 6th മുതൽ 10th വരെ ക്ലാസ്സുകളിലേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബാച്ചുകൾ ഇതാ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. IITians-ഉം ഡോക്ടേഴ്സും ക്ലാസ്സുകൾ എടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് പ്ലസ് 1ലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ JEE ബാച്ചിലേക്കുള്ള അഡ്മിഷനും ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. April 2nd വീക്കിൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻസ് കൺഫേം ചെയ്യുക.